സ്നേഹാർ നായർ അങ്ങനെ ക്രിസ്മസിന് ഒരു ലാലേട്ടൻ പടം എന്താ ചെയ്യാ 25th സ്നേഹത്തിന് വെയിറ്റ് ചെയ്യുന്നത് ബാറോസ്. സാധാരണ എനിക്ക് തോന്നുന്നത് മോഹൻലാൽ ഫാൻസ് വരെ അധികം വെയിറ്റ് ചെയ്യുന്നില്ല ഇല്ല. അല്ല, ഒന്നാമത് ഒരു സിനിമയ്ക്ക് എന്നെ കൊണ്ടുപോകാറില്ലല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും പോണോണ്ട്. ഇത് വ്യാഴം വെള്ളി അവർക്ക് ഓഫീസിൽ സമയത്ത് പോയിട്ടില്ല. ഇതിപ്പോ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ പോകും, കാരണം എനിക്ക് ലീവാണ്. സ്നേഹം എന്താണെങ്കിലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, നമ്മള് കൊടൂര ലാലേട്ടൻ തന്നെ സ്നേഹയ്ക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാനിങ്ങനെ മിസ്സാക്കും. അത് നമ്മൾ എവിടെ വെച്ച് കാണും? ബംഗളൂരു. അപ്പോ ബാറോസ് വരികയാണ്. സോ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ബാറോസ് റിലേറ്റഡ് ആയിട്ട് ഒരു സാധനം ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതായിട്ട് ഞാൻ കണ്ടു. മാമോദീസ മുങ്ങി മോഹൻലാൽ ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്കോ, കഴുത്തിലെ കുരിശ് ലാലിന്റെ അദർശശക്തിക്ക് പിന്നിൽ മോഹൻലാലിന് പറയാനുള്ളത്. ഞാൻ ആ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞ. ഇങ്ങനെ ഉണ്ടാ ശരിക്കും എന്തോന്നാണ് ഇത്? ഞാൻ ഇട്ടുണ്ടായിരുന്നുണ്ട് പണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലരുടെ താല്പര്യമാണ് ഇപ്പോ ക്രോസ് ഉള്ള മാലിട്ട് നടക്കുക, ചിലരുടെ താല്പര്യമാണ്. അതിനിപ്പോ ഒരു മതം എലമെന്റോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ചിലർക്ക് അത് ഇട്ട് കഴിഞ്ഞ ഒരു പോസിറ്റീവ് വൈബിന് വേണ്ടിട്ട് അല്ലേ. കൊന്ത ഉണ്ടാവാറുണ്ട്, സ്നേഹന്റെ കയ്യിൽ കൊന്തുണ്ട്, കുരിശുണ്ട്. അതെ, കുരിശുണ്ട്. ഇന്നേവും പറയണില്ല. അല്ല, എനക്കൊരു കുരിശ് വെക്കണ്ടേ, അമ്മായി ചേർത്താനാണല്ലോ ഞാൻ ഒപ്പരിക്കുന്നത്. കുരിശ് കൈ പിടിച്ചു. അപ്പോ സംഗതി വേറൊന്നുമല്ല, ഇതെന്താ വിഷയം നീ അങ്ങനെ നോക്കുകയായിരുന്നു. കാരണം എനിക്ക് എങ്ങനെ നോക്കിയിട്ടു ഞാൻ വേറെ എവിടെയും നോവേർ എൽസ് ഐ ഹാവ് സീൻ ദിസ്. ഞാൻ ഈ ഒരു ഡിബേറ്റ് ഇങ്ങനെ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഫേസ്ബുക്കിൽ ഞാൻ ഫീൽഡിൽ കണ്ടിട്ടില്ല, ഇൻസ്റ്റയിൽ എവിടെയും ശ്രദ്ധിച്ചിട്ടില്ല. ഈവൻ നമ്മുടെ വേറെ ആൾക്കാർ ഇട്ടത് ആരും അങ്ങനെ ന്യൂസ് ആക്കിയിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ കുരിശും മാലയും കുറിച്ചുള്ള ഡിസ്കഷൻ കണ്ടിട്ടില്ല ലാലേട്ടന്റെ. റെഡിറ്റിൽ വരെ ഞാൻ ഈ ഒരു ഡിസ്കഷൻ ശ്രദ്ധയിൽ ഇന്ത്യയിൽ പെട്ടിട്ടില്ല. റെഡിറ്റിലാണ് സാധാരണ ഇങ്ങനത്തെ സാധനങ്ങൾ പൊട്ടി മുളച്ച് വരില്ല, അവിടെ ഇല്ല. ഞാൻ ഇതിനു മുമ്പ് പുലിമുരുകൻ മാല ആരാധകൻ സ്വന്തമാക്കി 1 ലക്ഷം രൂപയ്ക്ക് എന്നുള്ള, അതാണ് ഞാൻ ഒരു ലാലേട്ടൻ റിലേറ്റഡ് മാല കോൺട്രവേഴ്സി കേട്ടിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ സാധനം കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അതിലേക്ക് ഒന്ന് പോയി നോക്കാം, ഒന്ന് തല ഇട്ടിട്ട് പിന്നെ ബാറോസിലേക്ക് വരാം. ബറോസ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഗലാട്ട പ്ലസിന് മോഹൻലാൽ അനുവദിച്ച അഭിമുഖം. ഈ അഭിമുഖത്തിൽ ഭരദ്വാജ് രംഗനോട് മോഹൻലാൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിലെ ഒരു മാല, ഇതൊരു വെറും മാലയല്ല, ഒരു കുരിശുമാലയാണ്. മോഹൻലാലിന്റെ കഴുത്തിലെ കുരിശുമാല എന്താണ് സൂചിപ്പിക്കുന്നത്? ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടു, ഒരുപക്ഷെ ആന്റണി പെരുമ്പാവൂർ നിർബന്ധിച്ചിട്ടാവാം മോഹൻലാൽ ക്രിസ്ത്യാനിയായോ. മോഹൻലാൽ മാമോദിസ മുങ്ങിയോ എന്ന ചോദ്യത്തിന് പ്രേക്ഷകരും ലാലിന്റെ ആരാധകരുമൊക്കെ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. കുരിശിനെ ഒരു ഭാഗ്യചിഹ്നമായി മോഹൻലാൽ ധരിച്ചതാവാം, അല്ലെങ്കിൽ ഒരു ഫാഷൻ ചിഹ്നമായി. എന്നാൽ സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് പേർ ക്രിസ്തുമതത്തിലേക്ക് മതം മാറിയിട്ടുണ്ട് എന്ന ചില വാദങ്ങളുമായി മറ്റു ചിലരുമുണ്ട് കളത്തിൽ. മോഹൻലാൽ ക്രിസ്ത്യൻ വിശ്വാസത്തോട് അടുത്തോ എന്ന സംശയങ്ങൾ ചിലർ ഉയർത്തുന്നു. അഭിമുഖത്തിന് മോഹൻലാൽ എത്തിയത് കഥാപാത്രത്തിന്റെ വേഷമാണ് എന്ന വാദത്തിന് വലിയ ന്യായീകരണമൊന്നുമില്ല. കാരണം ഒരുവിധ കഥാപാത്രങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന വേഷവിധാനമല്ല മോഹൻലാലിൻ്റെത്. സാധാരണ വേഷമിട്ട് വളരെ സാധാരണക്കാരനായി രംഗന്റെ മുന്നിൽ മോഹൻലാൽ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുന്നു. അതുകൊണ്ട് തന്നെ കഥാപാത്രത്തിന്റെ ഭാഗമായി കഴുത്തിൽ അണിഞ്ഞതല്ല ഈ കുരിശുമാല എന്ന് വ്യക്തം. എന്തുകൊണ്ടാണ് മോഹൻലാൽ ഇത്തരമൊരു കുരിശുമാല അണിഞ്ഞ് ഇങ്ങനെ അഭിമുഖത്തിനെത്തിയത്? കുറെ കാലമായി മോഹൻലാലിന്റെ കഴുത്തിൽ ഈ കുരിശുമാലയുണ്ട്. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണോ അതോ ഒരു ഫാഷന്റെ ഭാഗമാണോ എന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ. എന്നാൽ അഭിമുഖത്തിൽ മോഹൻലാൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. തന്റെ മനസ്സിൽ ഒരു അദൃശ്യ ശക്തിയുണ്ട്, അത് അഭിനയത്തിൽ മാത്രമല്ല ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും തനിക്ക് ഊർജം പകരുന്നു. താൻ സിനിമ സംവിധാനം ചെയ്യുന്നതിന് മുൻപ് അദൃശ്യ ശക്തിയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. വളരെയേറെ സങ്കീർണമായ സാങ്കേതികത്വമുള്ള ബറോസിലും ഈ പ്രപഞ്ച ശക്തികൾ തന്നോടൊപ്പമുണ്ട് എന്ന് മോഹൻലാൽ പറയുന്നു. സിനിമയുടെ ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെ വരും എന്ന ആശങ്ക തനിക്കുണ്ടായിരുന്നു. എന്നാൽ അതത് സമയങ്ങളിൽ അതിനനുസരിച്ചുള്ള ആശയങ്ങൾ മനസ്സിൽ വന്നു. ഇതൊക്കെ അദൃശ്യ ശക്തിയുടെ സംഭാവന തന്നെയാണ്. ബറോസ് സിനിമയ്ക്ക് മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ ഒരു അദൃശ്യ ശക്തിയുടെ നിയന്ത്രണങ്ങൾക്കനുസരിച്ചാണ് താൻ ജീവിക്കുന്നത് എന്ന് ലാൽ പറഞ്ഞു വെക്കുന്നു. അവിടെയാണ് കുരിശിന്റെ പ്രത്യേകത. ചേട്ടൻ എന്താണെങ്കിലും ആരോ എഴുതി കൊടുത്തത് നോക്കി വായിക്കുകയാണ്. ഒരാള് ഫാഷന് കുരിശ് ധരിക്കണോ അതോ അത് ഡിവൈൻ സാധനമായിട്ട് കണ്ടിട്ട് പ്രശ്നം. മോഹൻലാലിനെ പോലുള്ള ഒരാൾ ഒരിക്കലും ഫാഷന് വേണ്ടിയിട്ട് കുരിശ്
റിയൽ ലൈഫിൽ ഇട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യില്ല. അങ്ങനെയാണ് ഇല്ല. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം, മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഫാഷന് വേണ്ടിയിട്ട് ഇപ്പോൾ സിനിമയിലിടാം, റിയൽ ലൈഫിൽ ജീവിതത്തിൽ ഒരു കുരിശിട്ട് നടക്കുമ്പോൾ അങ്ങനെ അതൊരു ഫാഷന് വേണ്ടിയിട്ട് ഇട്ട് നടക്കുമോ എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. ബിക്കോസ് അങ്ങനെയൊക്കെ ഭയങ്കര റെസ്പെക്ട് ആണ് ഈ മതപരമായ ചിഹ്നങ്ങൾ, ഗോഡ് അങ്ങനെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ, ബ്ലെസ്സിങ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാൾ അങ്ങനെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അതൊരു ഫാഷന്റെ ഭാഗമായിട്ട് ചുമ്മാ അതിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി അങ്ങേർക്ക് എന്തെങ്കിലും ഒരു ഓരോരുത്തർക്കും ഓരോ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള വിശ്വാസം പറയാൻ പറ്റില്ല. എന്താണെങ്കിലും അങ്ങേർക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം കാണും, അത് ഒരു എക്സ്ട്രാ അങ്ങേർക്ക് ഒരു ശക്തി മാത്രമല്ല ഒരു കോൺഫിഡൻസ് അങ്ങനെയാണ്. കാരണം അങ്ങേർക്ക് ഒരു നല്ല വിശ്വാസിയാണ്, അങ്ങേര് ദൈവങ്ങളെ കുറിച്ചും ഒക്കെ അങ്ങനെ പറയുന്ന ഒരാളുമാണ്, ആത്മീയത ഭയങ്കരമായിട്ട് പറയുന്ന ഒരാളാണ്. സോ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം. എന്താണെങ്കിലും ഈ ഇന്റർവ്യൂ സത്യത്തില് ഞാൻ ഇന്നാണ് ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ കംപ്ലീറ്റ് കണ്ടു തീർത്തത്. അപ്പോഴാണ് എനിക്ക് ബാറോസിനെ കുറിച്ചും, ഞാനിത് സത്യം പറഞ്ഞാൽ സ്കിപ്പായി പോയ ഇന്റർവ്യൂ ആണ്. ഇങ്ങനെ മാല കാരണം ഞാൻ ആ ഇന്റർവ്യൂ ഉള്ളു കണ്ടു എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെ മറ്റേത് പറയുന്നുണ്ട് കേട്ടോ, ബ്ലെസ്സിങ് മാല കൊണ്ട് ഒരു അദർശ്യ ശക്തി ഒക്കെ പറയും. പക്ഷെ അത് മാല റിലേറ്റഡ് അല്ല, അത് അദർശ്യ ശക്തി പവറാണ്. The totality is in your mind. It is unknowingly it is coming, and I have always believed some unknown energy is helping you. Not only in acting, every moment of your life. Especially, see, when I do a film, I'll just go and pray, not to the nature. Please help me. Same thing happened with this. This is a 3D film. It's a very complicated film. How to connect shots, how to the final. You should know the final, how to present the film. But somehow the idea will come. ആണ് ലൈക്ക് അങ്ങേരെ എപ്പോഴും ഒരു അദർശ്യ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ദൈവവിശ്വാസം, എന്തോ അങ്ങേര് നേച്ചർ, ഭൂമി അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ്, പ്രകൃതി. അതും മാലിയും തമ്മിലൊന്നും അങ്ങേര് കണക്ട് ചെയ്യുന്നേ ഇല്ല. ഇയാളിത് ഇനിയിപ്പോ റെഡിറ്റിന്റെ ഒരു പോർഷൻ ഞാൻ കണ്ടു ഇപ്പൊ അതിനകത്ത്. പക്ഷെ റെഡിറ്റിലെ ആ ഡിസ്കഷൻ ഞാൻ തപ്പി നോക്കിയിട്ട് കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചതുമില്ല. വന്നപ്പോൾ ഞാൻ അധികം മാക്സിമം നോക്കാറുള്ളതാണ്, പക്ഷെ ഞാൻ ഇത് കണ്ടില്ല. എന്താണെങ്കിലും മാല ധരിച്ച് ഇങ്ങേരിഞ്ഞ് മതം മാറിയോ എന്നുള്ളൊക്കെ ചോദ്യമൊക്കെ ഭയങ്കര അതൊക്കെ ഒരു ഭീകര സാധനം ഇപ്പൊ ഇല്ലേ, ഭയങ്കര ലെവലിലെത്തി പോയി. അല്ല ഇനിയിപ്പോ ലാലേട്ട വന്ന് നാളെ ഒന്ന് ക്രിസ്ത്യൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതാവും പിന്നെ പറച്ചില്, അതുകൊണ്ടാവും ഭയങ്കര എപ്പി. ഇനി നമുക്ക് കമ്മിങ് ടു ദിസ് ഇന്റർവ്യൂവിന്റെ കുറെ പോർഷൻസ് ഉണ്ട്. അതിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറിന്റെ അഭിനയം, ജീവിതം, കുറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാനിതിൽ ബാറോസിന്റെ കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന് മുന്നേ ഒരു കാര്യം പറയുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായി, അത് ഞാൻ കണ്ടു. പക്ഷെ അതിനെതിരെ കുറെ കമന്റ് വന്നു, ഇത്രയും നന്നായിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കുറെ നന്നായി ആരൊരാള് കമന്റ് ഇട്ടിട്ടുണ്ട്, പൃഥ്വിരാജിനെ കൊണ്ടാണ് L2 എമ്പുരാനിൽ അഭിനയിച്ചപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചത്, പൃഥ്വിരാജിന്റെ കൂടെ കൂടിയിട്ട് ഇംഗ്ലീഷ് പഠിച്ചത്. പക്ഷെ അതല്ല, ഒരു കമന്റ് ഉണ്ട്, അത് സത്യമായ കാര്യമാണ്. ഒരു ലാംഗ്വേജ് പറഞ്ഞ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള സാധനമാണ്. അല്ലെങ്കിലും ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ എത്രയോ രാജ്യങ്ങളിൽ പോയി, എത്രയോ ടെക്നീഷ്യൻസിനൊപ്പം വർക്ക് ചെയ്ത്, അത്രയും ഒരു വേറെ കൈൻഡ് ഓഫ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഉള്ള ഒരാളാണ്. സോ അപ്പോൾ പ്രോബബ്ലി അങ്ങേരുടെ ഇംഗ്ലീഷൊക്കെ നമ്മളെക്കാൾ എത്ര പ്രോബബ്ലി എന്നും പറയുന്നില്ല, മച്ച് ബെറ്റർ ആയിരിക്കും. ഞാൻ അത്രയും സംസാരിക്കുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ അതിന്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് കാണുമല്ലോ. പിന്നെ അങ്ങനെ ഇന്റർവ്യൂല് അതും വന്നു. എന്താണ് നാട്ടുകാർ പറയണേ, പണ്ടത്തെ മറ്റേ CCL ക്രിക്കറ്റിന്റെ സമയത്ത് അങ്ങേരോട് ഇംഗ്ലീഷ് ചോദിച്ചപ്പോ അങ്ങേര് കുറച്ച് അപ്പൊ അതും ഇപ്പതും വെച്ചിട്ട് ഇത് കുറെ കാലമായി. പിന്നെ അതേപോലെ പിന്നെ ആൾക്കാരായിട്ട് ഇടപഴകലും കൂടി ഉണ്ടാവും, ഇങ്ങനെ സംസാരിച്ച് പിന്നെ എല്ലാരും പറയുന്നത് ഇങ്ങനെ ഇന്റർവ്യൂല് അറ്റൻഡ് ചെയ്തല്ലോ, കാരണം സാധാരണ അങ്ങനെ അറ്റൻഡ് ചെയ്യില്ല, കാരണം അത് ഫുൾ ഇംഗ്ലീഷ്. അല്ല വേറെ കാര്യമുണ്ട്, ഈ ഇന്റർവ്യൂ ചെയ്യുന്ന അങ്ങേരും അടിപൊളിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും കമ്മിങ് ടു ദിസ് ബാറോസ് തിങ്സ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. Listen, this myself and Rajiv, we have done so many shows abroad, and we had a plan of doing something extraordinary. Nobody has done it. So we landed in a play. It's a 3D play. Why can't we make a 3D play? People should come and watch the play with the glasses. Oh, okay, that was a concept. Like stage? Yeah, we can. It's possible. Oh. We are trying that. So with that thought process, we went and met Jiju. Jiju said, okay, possible. Then we had discussion. But to do that, is the cost-wise, it will be a big cost. Because every time you have to take under mission. It's a mission, music. It's a combination of congress of so many things. Then, okay, sir. Then I said, okay, we'll take it later. Because let it be there, that thought. Then he narrated, see, if you are interested in 3D, I have a subject. That is the beginning of the film.
Then he said, I don't want to do this film because I want to do a much bigger film. This is Jijo. Then I thought, who can do this film? I said, okay, this is interesting. We'll produce this film. Then I thought, why? അതായത് ആ ഒരു സിനിമയിലേക്ക് എത്തിയാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ആക്ച്വലി ഈ ബാരോസ് എന്ന് പറഞ്ഞ മൂവി ഞാൻ പറയാം ഏറ്റവും ലാലേട്ടൻ്റെ ഇപ്പം ലൈനപ്പിലുള്ള മൂവികളിൽ ഏറ്റവും ലീസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മൂവിയാവും ആളുകൾക്ക്. അതെ, അത് നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അധികം പ്രതീക്ഷയില്ല. നമുക്ക് എന്നല്ല, ഈവൻ ഫാൻസിനാണെങ്കിൽ ഒരു പ്രതീക്ഷയല്ല. എല്ലാരും അത് കൺസിഡർ ചെയ്യുന്നത് കുട്ടികളുടെ സിനിമയാണല്ലോ, 3D ആണല്ലോ. ആൻഡ് അവരത് കൃത്യമായിട്ട് ഈ ബാരോസിന്റെ ടീമും ലാലേട്ടനും ഒക്കെ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതായത് പിച്ച് പെർഫെക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഇപ്പൊ ഒരു 1000 കുട്ടികളുടെ ഇടയിൽ എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ റീസെന്റ് കണ്ടു. ലാലേട്ടനാണെങ്കിലും പറയുമ്പോ ക്യാരക്ടർ റിവീൽ ചെയ്യുമ്പോ പാട്ടുകൾ, ഇപ്പൊ ട്രെയിലറും പാട്ട് പക്ഷെ അതിനൊക്കെ കാരണമുണ്ട്. ആ പാട്ട് നമുക്ക് ഇപ്പൊ പലരും പറയുന്നുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോ പാട്ടൊന്നും അങ്ങനെ, പക്ഷെ അതിനൊരു കാരണം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ലേറ്റർ ഓൺ ഈ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഞാൻ ട്രെയിലറും ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് രസം തോന്നി. ഞാൻ ഓവർ എക്സ്പെക്ടേഷൻ എന്തായാലും കൊടുക്കണില്ല, നമ്മളത് എക്സ്പെക്ടേഷൻ ഇല്ലാതെ ക്വാളിറ്റി അത് ഭയങ്കര ഹൈ ക്വാളിറ്റി. കാരണം അവരാ പറയുന്നതിന്റെ ആ ഒരു കിടിലൻ ക്വാളിറ്റി ഉണ്ട്. ആൻഡ് 40 വർഷത്തിനിടയിൽ ഒരു ലീഡ് ആക്ടർ ഒരു 3D ഫുൾ ഫ്ലെഡ്ജ് മൂവി ചെയ്യാന്നുള്ളത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ആൻഡ് ഇപ്പൊ ഈ ഒരു ആ സിനിമയിലേക്കുള്ള ബിൽഡപ്പിനെ കുറിച്ച് കേട്ടില്ല. കംപ്ലീറ്റ് എനിക്ക് അറിയില്ല, കംപ്ലീറ്റ് ഇതേപോലെ 3D ഷൂട്ട് ചെയ്തൊരു പടം. ഇതിപ്പോ വേറെ സിനിമ ഇറങ്ങിണ്ടേ, ഏതാ ഒരു നമ്മളന്ന് പണ്ട് തിയേറ്ററിൽ പോയി കണ്ട 10-15 കൊല്ലം മുന്നേ, ഒരു ചെറിയ 5 കൊല്ലം അല്ല വെളുത്തിട്ട് ഒരു ചെക്കൻ്റെ ഒരു ചെറിയ കുട്ടീന്റെ, എനിക്ക് ഓർമ്മയില്ല. ലൈക്ക് എന്താണെങ്കിലും അങ്ങേര് ആ എഫേർട്ടിലേക്ക് വന്നൊരു കഥ. അപ്പൊ അത് ചുമ്മാവരവല്ല എന്നുള്ള കാര്യം എന്താണെങ്കിലും ഉറപ്പാണ്. അങ്ങേര് അത്രയും എന്താ പറയാ നല്ല കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ഒരു മൂവാണ്. ആൻഡ് അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയും ഇപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം യൂട്യൂബിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത് കുട്ടികളുടെ വീഡിയോ. അമ്മാന്റെക്ക് ഓരോ വീഡിയോ അതൊക്കെ എത്രയോ 100 മില്യൺ 500 മില്യൺ ഒക്കെയാണ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞാണല്ലോ. അത് ഭയങ്കര സെയിലിംഗ് പോയിന്റ് ആണ്. ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന് ഒരു അച്ഛനും അമ്മയും കുട്ടിയും 2 കുട്ടികളും ഒരു അച്ഛനും അമ്മയും പോയി എത്ര ടിക്കറ്റ് പോയി ഒന്ന് പറ, എത്ര ടിക്കറ്റ് പോയി? 4. ഈ എന്താ നോക്കണേ? ശരി, ഈ ഇതിന്റെ ഉള്ളിൽ നോക്കിക്കൊണ്ടിരിക്കല്ലേ. ഞാനിതിന് മറ്റേ ഇതൊന്നും അടിച്ചു നോക്കിയതാണ്. ഈ കുട്ടികളുടെ വീഡിയോന്റെ കൊക്കോമെലനൊക്കെയാണ് ഏറ്റവും 689 കോടി വ്യൂസ് ഒക്കെയാണ്. പിന്നെ 16 കോടി 4. പിന്നെ ഏറ്റവും കൂടുതൽ വലിയ യൂട്യൂബർ ആരാ? ഒരു കുട്ടിയാണ്. അത്രയും ക്രോറ് കുട്ടികളുടെ എന്ന് പറയുമ്പോ എല്ലാവരും ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും കുട്ടികളുടെ സിനിമ, കുട്ടികൾക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ. പക്ഷെ ഈ സിനിമ കുറേ ലാംഗ്വേജിൽ കുറേ എന്താ പറയുക കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ആ 3Dന്റെ ക്വാളിറ്റിയും കൂടി ഇവർക്ക് അത്രയും കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ലാലേട്ടന്റെ കരിയറിൽ ഏറ്റവും കളക്ഷനുള്ള മൂവി ആവാൻ പലരും ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സിനിമ എന്ത് കളക്ട് ചെയ്യും കുട്ടികൾക്കുള്ള. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഈ പടം കറക്റ്റ് കുട്ടികൾക്കുള്ള പടം തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഈ 3D ക്വാളിറ്റിയും അവർക്ക് അത് അറ്റൈൻ ചെയ്യാൻ പറ്റിയാൽ ഒന്നും നോക്കണ്ട, ലാലേട്ടന്റെ ടപ്പേ 100 കോടിയായിരിക്കും ഈ പടം എന്നുള്ളത്. കാരണം അതിനുള്ള പൊട്ടൻഷ്യൽ ഈ കുട്ടികളുടെ എന്നുള്ള വാക്കിനകത്ത് കിടക്കുന്നുണ്ട്. I never, maybe definitely you can compare with some other film. That is, the filmmaking is like that. I never intend to take a shot or plan a shot from another film, because it's not possible also. The entire geography is different, the story is different, camera movement is different. Because of that camera movement, it is mostly shot in jeep, and we don't have that kind of cuts. Like you cannot go suddenly to one shot, because even while editing we have to keep some frames, otherwise it will give a sudden jerk to your eyes. So when we are preparing the 2D, it's a cinemascope, we have to do another edit, otherwise you will feel little lag. So considering that and the music, we have taken lengthy shots, and after watching the film, Santosh said, yes, now I know what did you do with the film. Yeah. ലാലേട്ടൻ ആസ് എ ഡയറക്ടർ സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോണ്ടല്ലോ എൻ്റെ മോനെ എന്ത് പൃഥ്വിരാജ് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ നോക്കാറുണ്ട്. എന്താലേ അഭിനയിച്ചെങ്കിൽ സിനിമയുടെ എല്ലാ വശവും പഠിച്ചു. ഇപ്പൊ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ ഇതിനകത്ത്, അതായത് വേറെ സിനിമയിൽ നിന്നൊന്നും
ഇതിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു റെഫറൻസ് ഇപ്പൊ പല സിനിമകളിലും അങ്ങനെ ഒരു കാര്യം ഉണ്ട്. സിനിമ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ബാക്കിൽ ഏതെങ്കിലും ഒരു സിനിമേന്റെ റെഫറൻസ്, ഒരു ഫൈറ്റ് ആണെങ്കിൽ ഇന്ന സിനിമേന്റെ റെഫറൻസ്, വേറെ എന്തെങ്കിലും സീൻ ആണെങ്കിൽ ഇന്ന സിനിമേന്റെ റെഫറൻസ്. ഈ പടത്തേക്ക് അവർക്ക് എടുക്കാൻ അങ്ങനെ റെഫറൻസ് ഇല്ല. അവിടെയാണ് ഞാനിങ്ങനെ ആലോചിക്കണേ, ഞാൻ അവിടെ ആലോചിക്കണേ. അപ്പൊ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ അങ്ങനെ തല ഫുള്ളി പടത്തിലിട്ട് ഇത്ര കാലം അഭിനയിച്ച എക്സ്പീരിയൻസ്, ആ നടന്റെ ഒരു എക്സ്പീരിയൻസും നടനിൽ നിന്നൊരു ഡയറക്ടറിലേക്കുള്ളൊരു എവല്യൂഷൻ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പടത്തിലിട്ടുണ്ടാവും. അത് കാണാൻ ഞാൻ ഭയങ്കര ത്രിൽഡാണ്. എനിക്ക് പക്ഷേ ട്രെയിലറും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാല് എന്താ ഈ 3D ഒക്കെ ആകുമ്പോൾ നല്ല രസമാവും. കുട്ടികളുടെ സിനിമ ഒക്കെ പിന്നെ നല്ല കളർഫുൾ ആണ്. സിനിമയുടെ പോസ്റ്റർ ആണെങ്കിലും ട്രെയിലർ തിയേറ്ററിൽ നിന്ന് കാണണം, അതാണ് നല്ല കളർഫുൾ, നല്ല തിയേറ്ററിൽ നിന്ന് കാണണം. പിന്നെ ഈ ഡിസ്നി കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും. കാരണം ആ ഒരു ലുക്കും പാറ്റേണും ഒക്കെ അടിപൊളിയാവും. പിന്നെ കഥ അങ്ങനെ തന്നെയാണ്. 400 കൊല്ലം മുമ്പുള്ള അല്ലെങ്കിൽ ഈ സ്റ്റോറി ടെല്ലിംഗ് കഥ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. വലിയ ആൾക്കാർക്കാണെങ്കിലും ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു, പക്ഷെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, ആർക്കും ഇഷ്ടപ്പെട്ടു. ഇവള് കണ്ടിട്ടേ അല്ലേ അവള് പടം, അവള് കാണാനേ പോയില്ല. ലാലേട്ടൻ പേരേട്ട പടം കാണാനേ പോയില്ല. കാണുന്ന സിനിമയെ കാണുന്ന സ്നേഹം നല്ല സിനിമയാ. സ്നേഹം ബാറോസ് കാണും. അപ്പൊ ട്രഷറും കാര്യങ്ങളും ഭൂതം ഒക്കെ ആയിട്ടില്ലേ, അതൊക്കെ രസം. ഭൂതും നിധിവേട്ട അതൊക്കെ രസല്ലേ. അല്ല അല്ലെങ്കിലും നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറി ഇല്ലതൊക്കെ. ക്രിസ്മസ് ടൈമില് കുറെ സിനിമകൾ തിയേറ്ററിനകത്തുണ്ട്, എല്ലാം നല്ല രീതിയിൽ ഓടുന്നുണ്ട്. ആ ടൈമിൽ കൃത്യമായിട്ട് ഇപ്പൊ ഒരു കംപ്ലീറ്റ് ഫാമിലി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വരുമ്പോ അതിനൊരു അപ്പർ ഹാൻഡ് കൂടുതലാണ്. ആൻഡ് ഓബിയസ്ലി മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കൂടി ആവുമ്പോ അതിന് വേറൊരു തലത്തിലേക്ക് ചിലപ്പോൾ ചാടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ബാറോസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില മോഹൻലാൽ ഫാൻസിന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുണ്ട് ചിലരോട്. ഈ മോഹൻലാൽ ഫാൻസിന്റെ പ്രത്യേകത എന്താ അറിയോ, അവർ എക്സ്പെക്ട് ചെയ്ത സാധനം പടത്തിനകത്ത് കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് ദിവസം തന്നെ അവരെന്നെ പടം പൊട്ടിക്കും. ബാക്കി ഫാൻസിനെ പോലെ ബാക്കി ഫാൻസ് എങ്ങനെയെങ്കിലും ഒക്കെ തള്ളി കയറ്റാൻ നോക്കും. മോഹൻലാൽ ഫാൻസ് അങ്ങനെയല്ല, അവർ ഭയങ്കര ട്രൂ ആണ്. അവര് ഫസ്റ്റ് അവർക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയില്ലെങ്കിൽ അവർ ആദ്യത്തെ ദിവസം അവർ പടം പൊട്ടിച്ചാളി, പിന്നെ അവരെ കൂടുതൽ വർത്താനത്തിൽ അവരെ പൊട്ടിച്ചാളി. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താ, ഇത് മോഹൻലാൽ ഫാൻസ് കേറിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ ചിലപ്പോൾ ഇറങ്ങി തൊലയ്ക്കും. പക്ഷെ ഇത് എങ്ങനെയൊക്കെ പറഞ്ഞാലും അവർക്ക് കണക്ട് ആയില്ലെങ്കിലും പറയാൻ പോണത് മേ ബി കുട്ടികളുടെ പടം എന്നായിരിക്കും. പക്ഷെ ആ കുട്ടികളുടെ പടമാണ് ഈ സിനിമയുടെ സെല്ലിംഗ് പോയിന്റ്, അതാണ് ഇതിന്റെ സെല്ലിംഗ് പോയിന്റ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ മേക്കേഴ്സും ലാലേട്ടനൊക്കെ ഒരു, ഇപ്പൊ ചിലർക്ക് തോന്നാം ലാലേട്ടൻ ആദ്യമായിട്ടൊരു സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ ഇത്രയും പൈസയും മുടക്കിയിട്ട് എന്താ ഈ പടം എടുത്തേന്നുള്ളത്. നോ, കണ്ണിങ് ആണ്, നല്ല കണ്ണിങ് ആണ്, കറക്റ്റ് ബിസിനസ് ആണ് കുട്ടികളെ വെച്ചിട്ട്. പിന്നെന്താ പറയാ, പുതിയൊരു എക്സ്പെരിമെന്റ് സ്വന്തം തലേന്ന് തന്നെ എടുത്തിടാം, മനസ്സിലായോ? അല്ല പിന്നെ ഒരു ആക്ഷൻ സിനിമയും വലിയ ആൾക്കാർക്കുള്ള സിനിമ ഒക്കെ കുറെ പാറ്റേൺ എല്ലാവർക്കും കണ്ടു മടുത്തതാണെങ്കിൽ ചിലപ്പോ രസമില്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. അപ്പോ ഇല്ല അങ്ങനെയല്ല, എവറി പാറ്റേൺ അതിൻ്റെതായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട്. പക്ഷെ കുട്ടികളുടെ സിനിമ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ബിസിനസ് ഈസ് അല്ല, കുട്ടികളുടെ സിനിമ ഇറങ്ങിയിട്ട് കുറെ കാലമില്ലേ, കുട്ടികൾക്കായിട്ടുള്ള സിനിമ ഇറങ്ങാൻ. ഇപ്പൊ മുഫാസ ഓടുന്നുണ്ട്, നോട്ട് ഫ്രം മലയാളം. ഞാൻ പറഞ്ഞ സിനിമ തരും, മാജിക്കോ അങ്ങനത്തെ സിനിമ പണ്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു പോർഷനും കൂടി കാണാം. The entire scenario is different. We are using 2 cameras. Like it's like 2 eyes. That okay. And the costume is different. The set is different. Everything is different. The language is different. I'm acting, and this is animated character is not there. After the film only we can create. Right. So I am acting with an invisible friend. Right. We call it as acting also is invisible. Like ഇങ്ങനെ ഇൻവിസിബിൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ആ പഴയ സാധനം ഓർമ്മ വരും. എനിക്ക് തന്മാത്രല്ലേ, ഐ വിൽ ബി ആൻ ഇൻവിസിബിൾ മാൻ. കല്യാണത്തിന് പോകുമ്പോ ഇതെന്താ ഇയാള് ഇന്റർവ്യൂ പറയുമ്പോഴും ഇങ്ങേരുത് നമുക്കത് ഇയാൾ അഭിനയിക്കുകയാണോ തോന്നും. നെഞ്ചിനകത്ത് ഞാൻ ഉറക്കിയിട്ട് ലാലേട്ടൻ ഫാൻ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ പുറത്ത് ചാടിയൊന്നുമില്ലല്ലോ വിട്ട്. കാരണം എനിക്ക് കുറച്ചധികം സിനിമകൾ കാരണം ഞാൻ അങ്ങോട്ട് കുഴിയൊട്ടി മൂടി പൃഥ്വിരാജ് ഫാൻ. അല്ല അങ്ങനെയല്ല, പക്ഷെ എനിക്ക് അങ്ങനെ റെഡി, ഞാൻ ഐ എം എ ഡൈ ഹാർഡ് പൃഥ്വിരാജ് ഫാൻ. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹാർഡ് കോർ പൃഥ്വിരാജ് ഫാൻ. എനിക്ക് അത്ര ലാലേട്ടൻ ഫേവറേറ്റ് ആണ്. അല്ല, പൃഥ്വിരാജ് ആണെങ്കിലും എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ചില സമയത്ത് ഇപ്പോഴൊന്നും പൃഥ്വിരാജിന് കോമഡി വർക്കൗട്ട് ആവണില്ല, എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഫാൻബോയിനെ അടുത്തിരുത്തിട്ട് ഡയലോഗ് അല്ലേ. എനിക്ക് ആ ബ്രോഡ് ആഡി ഒക്കെ കണ്ടപ്പോ എന്താ പ്രശ്നം? പൃഥ്വിരാജിന്റെ കോമഡി ഒക്കെ എക്സ്പ്രഷൻ ഒക്കെ ഭയങ്കര വർക്ക്ഔട്ട് ആവാത്ത പോലെ തോന്നി. പക്ഷെ പണ്ടത്തെ നമ്മുടെ ചോക്ലേറ്റ് ക്ലാസ്മേറ്റ്സ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അറിയില്ല എനിക്ക് വർക്കൗട്ട്. ഇപ്പൊ ഈ ഇന്റർവ്യൂ തന്നെ ഇങ്ങനെ അതേപോലെ വർഷങ്ങൾക്ക് ശേഷം ഭരദ്വാജ് രംഗൻ ഇങ്ങനെ തന്നെ പറയണ്ടല്ലോ ഈ സിനിമയില്, ഈ ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രോഡാഡി എന്ന്. വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ പൃഥ്വിരാജയ്ക്ക് എന്തൊക്കെയോ ഒരു ഓവറായിട്ട് ചെയ്യണ പോലെ തോന്നിയിട്ടുണ്ട് ചില പോയിന്റില്. പക്ഷെ ലാലേട്ടന് അങ്ങനെ തോന്നിയിട്ടില്ല. ലാലേട്ടന് തോന്നിയിട്ടുണ്ട്, അത് ശരിയാണ്. വർഷങ്ങൾക്ക് ശേഷം ഉള്ളത് അയ്യോ സോറി അതല്ല ഗുരുവായൂർ അല്ല ഗുരുവായൂർ അമ്പലനടയിൽ സോറി മാറിപ്പോയതാ. ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ പേരൊക്കെ ഒരു അബദ്ധം പറ്റും മാറാനൊക്കെ. ഞാൻ കൺഫ്യൂസ് ആയി. അതാ ഞാൻ പറഞ്ഞു ഗുരുവായൂർ അമ്പലനടയിൽ. അതില് പൃഥ്വിരാജിന്റെ അഭിനയം ചില സമയത്ത് കോമഡി ഒന്നും വർക്കൗട്ട് ഇല്ല. അതോളെ പെർസ്പെക്ടീവ്, എനിക്ക് എന്റെ പെർസ്പെക്ടീവ്. ഞാൻ ആസ് എ ഫാൻ ബോയ് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല, എനിക്കത് ഇഷ്ടമല്ല. ഓക്കെ, ഇനി അടുത്തത് പാട്ടുകളുടെ ഒരു കാര്യം. ഇപ്പൊ ഞാനും ആണെങ്കിലും എനിക്കാണെങ്കിലും പാട്ട് കേട്ട സമയത്ത് തോന്നിന്ന് പാട്ടെന്തോ എനിക്ക് അങ്ങനെ കണക്ട് അല്ല. ഈ സിനിമയിലെ പാട്ട് അത് കൊത്തണ് ലാലേട്ടന്റെ പാട്ടായതുകൊണ്ടാണ്. അങ്ങനെയല്ല, അല്ല ലാലേട്ടൻ പാടി 2 പാട്ടാണ് ഞാൻ കേട്ടത്. അതന്നെ, ആ പാട്ടുകളൊക്കെ ആണെങ്കിലും അതിനൊരു കാരണമുണ്ട്. ഇത് കേട്ടോ. Slowly I started this film with a father song, and we are ending the film with a father song. It's a Portugal story. So it's a melancholic, traditional folk song. Right. Like father songs are like that. And again, father songs are connected with ocean. Yeah. It's with water, that longing, integrity, waiting. So Barros is also like that. He was waiting, the commitment, his integrity to the master. So those things just joined. You cannot plan a father song. We will start the film. So slowly it all came. Snake is an important character in this film. I started drawing a tattoo of Snake. Then slowly we incorporated Snake into it. Cat is an important factor in this film. I don't know. I started the first shot with a cat. I said, I want a cat. It is a SLR, so I want. പാട്ടിന്റെ കാര്യം പറഞ്ഞത് കേട്ടില്ല. അല്ല, പാട്ട് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അത് ആ സിനിമയ്ക്ക് ആവശ്യമുള്ള സിറ്റുവേഷനും ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന സോങ്ങുകളാണ്. അതുകൊണ്ടാണ് അത് നമുക്കൊരു നോർമൽ കൊമേഴ്ഷ്യൽ സോങ് പോലെ നമുക്ക് എന്തോ പറഞ്ഞെങ്കിൽ അതിന്റെ ടെക്നിക്കൽ മീനിങ് എന്താണല്ലോ എനിക്ക് പിടിച്ചില്ല. പക്ഷെ അത് ലൈക്ക് എനിക്കിപ്പോ പറഞ്ഞെന്ന് മനസ്സിലായത് പറഞ്ഞാൽ ഒരു നമ്മള് കൊമേഴ്ഷ്യൽ ആയിട്ട് ഇപ്പൊ ഒരു എന്തിറക്കും അടിച്ചുപൊളി പാട്ട്, ഇപ്പത്തെ ഒരു ഹിപ്പ് ഹോപ്പ് സോങ്, റാപ്പ് സോങ്, ഇല്ല ഇപ്പത്തെ സിനിമകളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഐറ്റം സോങ്സ്, അങ്ങനെ കുറെ സാധനങ്ങൾ ഇറക്കും ഒരു സിനിമേനെ കൊമേഴ്ഷ്യൽ ആയിട്ട്. എനിക്ക് തോന്നുന്നത് ഈ സിനിമയ്ക്കകത്ത് ഇവരുടെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ എലമെന്റ് കുട്ടികൾക്കുള്ള പടം, ഇറ്റ്സ് ഫോർ കിഡ്സ് എന്നുള്ളത് തന്നെയാണ് ഇവരുടെ കൊമേഴ്ഷ്യൽ എലമെന്റ്. റാദർ ദാൻ ദാറ്റ് പിന്നെ 3D, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്. 100% ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആസ് എ ഡയറക്ടർ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി വളരെ ഇമോഷണൽ ആവുന്ന സാധനം കൂടി ഉണ്ട്, അത് നിർത്താം. I don't tell about my film. I don't speak about my film. My film will speak to you. Wonderful. Wonderful. Thank you so much. It was lovely. Thank you so much. Thank you. ശബ്ദവും വാക്കൊക്കെ ഒന്ന് ഇടറിയോ? അത് വേറെ കാര്യമുണ്ട് കേട്ടോ. ഒരു ഇമോഷണൽ സ്റ്റേജിൽ എത്താൻ കാരണം ഈ ഇന്റർവ്യൂവിന്റെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് കുറെ നടന്മാര് ഇപ്പൊ നമ്മളെ വിട്ടു പോയ, ഇപ്പൊ അഭിനയിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കുറെ പേരെ കുറിച്ച്, അതായത് ഇപ്പൊ ഒരു സിനിമ എടുക്കാൻ പ്രിയദർശൻ മോഹൻലാലൊക്കെ ഒരു സിനിമ എടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും ഇല്ലെന്ന്, പലരും ഉണ്ടെങ്കിലും അവർക്ക് അഭിനയിക്കാൻ പറ്റാത്തൊരവസ്ഥ. സോ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞു വന്നപ്പോഴാണ് ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്, എന്താണ് സിനിമയുടെ എക്സ്പെക്ടേഷൻ. പിന്നെ ആ ഒരു അങ്ങനെ ആ വിഷമത്തിൽ തന്നെ അത് ഡെലിവർ ചെയ്തത് സമയം എടുത്തൊന്നുമില്ല. അങ്ങനെ ആ വിഷമം വെച്ചിട്ട് തന്നെ ഉള്ളിൽ വെച്ചിട്ട് മൈ ഫിലിം വിൽ സ്പീക്ക് എന്നുള്ള സാധനം ഇയാള് മാജിക്കാണ്. ചില സമയത്ത് ഇയാള് മാജിക്കാ, ചില സിനിമകളിൽ ഇങ്ങനെ ക്രിഞ്ചാ. എപ്പോഴും ക്രിഞ്ചല്ല കേട്ടോ, അടിപൊളിയാണ്. ചില സിനിമയില് മോൺസ്റ്റർ ആറാട്ട് വെച്ചിട്ട് ബാക്കി എല്ലാതും സാധനങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇതേ ഇന്റർവ്യൂവിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് പുതിയ ആൾക്കാരൊപ്പം ഉണ്ട്, ചെയ്യുന്നുണ്ട്, കുറെ പേര് ചെയ്യുന്നുണ്ട്, അടിപൊളിയാണ്, സെറ്റ് ആവട്ടെ അല്ലേ. പിന്നെ നമ്മുടെ നോർമൽ സിനിമകളുണ്ടല്ലോ, തുടരും, റാം, കുറെ സിനിമകളുണ്ട്, കുറെ ഉണ്ട്. എന്തൊക്കെ കിടക്കണറിയോ. ഓക്കെ ഗൈസ്, നമുക്കിനി ബറോസൊക്കെ കണ്ടിട്ട് കുരിശിന്റെ വഴി ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് ആളെ എന്റെ സത്യം ഒരു കുരിശുണ്ട്, ഒരു കൊന്തൊക്കെ ഉണ്ട്.
അന്റെ കുരിശ് ഞാൻ തന്നെ. അതാണ്. ഈ ചുമക്കണം കാലാകാലം. അപ്പൊ ഇനി നമുക്ക് 25th വേറെ കണ്ടിട്ട് നമുക്കത് കാണാം. അത് നല്ല തിയേറ്ററിൽ പോയി കാണണം കേട്ടോ. 3D ആണ് അവിടെ ലാലേട്ടന്റെ സിനിമകള്. നമ്മള് സ്പേസ് എന്നല്ലേ കാണണേ, അവിടെ 3D ഉണ്ടോ? നമ്മള് മോളിൽ നിന്ന് കാണാം. ഞാൻ എയറിലാണല്ലോ. ഞാനും വരാം അപ്പം. അയ്യോ ഞാനോട്ട് കൂട്ടിന്.